ദൈവം. ആ ദൈവത്തെ, ഇതാണ് ദൈവത്തിൻ്റെ ഡെഫിനേഷൻ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിച്ചെങ്കിൽ ആ ഇഷ്ടത്തിൽ ആ പേര് തന്നെ വിളിച്ചോളിൻ. പക്ഷെ ദൈവം ഈ പറഞ്ഞതുപോലെ ആയിരിക്കണം. ദൈവം അശരീരിയാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, ക്ഷീണമില്ലാത്തവനാണ്, മടുപ്പില്ലാത്തവനാണ്, വിശപ്പില്ലാത്തവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഇല്ലേ? ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടതും കീഴ്പ്പെടേണ്ടതും അനുസരിക്കേണ്ടതും വഴിപ്പെടേണ്ടതുമെല്ലാം. അഥർവവേദം 13-ാമത്തെ ചാപ്റ്റർ 20-21 പറയുന്നു, ഏകനായ ദൈവം ഏകനായി തന്നെ എന്നും നിലകൊള്ളുന്നുവെന്ന് നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക. വേറൊരു ദൈവമില്ല. യജുർവേദം 32:3 പറയുന്നു, ദൈവത്തിന് ഒരു രൂപമില്ല. ബൈബിളിൽ ആവർത്തന പുസ്തകം 4:39 പറയുന്നു, ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരു ദൈവമില്ല എന്ന് നീ വിശ്വസിച്ചു കൊള്ളുക. ആവർത്തന പുസ്തകം 6-ാമത്തെ ചാപ്റ്റർ 4-ാം അധ്യായം പറയുന്നു, ഇസ്രായേലെ കേൾക്ക, ഞാൻ യഹോവ നിങ്ങളുടെ ദൈവമാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാൻ ഏകൻ തന്നെ. യെശയ്യായുടെ 43-ാം ചാപ്റ്റർ 10-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം ഒരു ദൈവം ഉണ്ടാവുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനല്ലാതെ മറ്റൊരു രക്ഷിതാവുമില്ല. കേനോപനിഷത്ത് 1:7 പറയുന്നു, കണ്ണിന് കാഴ്ച നൽകിയവനും എന്നാൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതുമായ ശക്തി ഏതോ അതാണ് ബ്രഹ്മം. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. എന്താണെന്ന് നമുക്കൊന്ന്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ ഏകദൈവത്തിലും അവൻ്റെ മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും മരണാനന്തര ജീവിതത്തിലും ദൈവവിധിയിലുമുള്ള വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം. പ്രപഞ്ചത്തിലെ വലുതും ചെറിയതുമായ സകല പ്രതിഭാസങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനുമായ ദൈവം അവൻ്റെ സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏകനും അദ്വിതീയനുമാണ്. സർവശക്തനും സർവോന്നതനും സ്വയം സമ്പൂർണനുമായ അവന് മാത്രമേ ആരാധനകൾ സമർപ്പിക്കുവാൻ പാടുള്ളൂ. ഇഹപര ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള ദൈവിക നിർമ്മനിർദ്ദേശങ്ങളുടെ സമാഹാരമാണ് വേദങ്ങൾ. ഇസ്ലാം ഒരു മതമല്ല, ഇസ്ലാം ഒരു ജീവിത ദർശനമാണ്. ഇതിനെ പരിപൂർണമായും പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിത കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. വിശ്വാസം നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിലും പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. മനസ്സിന് ദൈവഭക്തി കൈവരുത്തുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ പൂർവ്വ പ്രവാചകന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ചത് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ്. നമ്മളും സത്യം തിരിച്ചറിയുമ്പോൾ നമ്മളുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ വെച്ച് അതിൻ്റെ സത്യം നമ്മൾ വേർതിരിച്ചറിയുക തന്നെ വേണം. ഇപ്പോൾ ഈ ഒരു ഫോൺ, ഒരു മൊബൈൽ ഫോൺ, അതിനൊരു മാനുഫാക്ചർ ഉണ്ടാവും അല്ലേ? അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ നമുക്കത് അറിയത്തില്ല, ആർക്കും നമുക്ക് ആ വ്യക്തിയെ അറിയില്ല. പക്ഷെ ഉണ്ട്, ഇല്ലേ? അതുപോലെയാണ് സൂര്യനെയും ചന്ദ്രനെയും ആകാശവും ഭൂമിയും പുഴകളും എല്ലാം ഇതെല്ലാം സൃഷ്ടിച്ച ആ മഹാശക്തിയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അല്ല, നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുത്ത ദൈവത്തോടല്ല. നമുക്ക് എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമോ? ഒന്നും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് പഠിക്കുക. അപ്പോൾ അതിനകത്ത് കാണാൻ കഴിയും ഏകദൈവം. അധികം ഒന്നും കാട് കയറിയൊന്നും നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. വളരെ സിമ്പിളാണ്. ദൈവത്തിൻ്റെ ഒരു വിധിവിലക്കുകളും കൽപ്പനകളുമുണ്ട്. അത് മാത്രം നിങ്ങൾ പാലിക്കുക. ഈ ലോകം കർമ്മങ്ങളുടെ ഇടമാണ്. നമ്മൾ ആർക്കെങ്കിലും ഒരു സൽക്കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ അവരിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കേണ്ട. നമുക്കിതിൻ്റെ പ്രതിഫലം മരണാനന്തരമാണ്. നമ്മളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. ജീവിക്കുന്ന ഈ ലോകം നമുക്ക് ഒരു പരീക്ഷണമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കാരണം നമ്മളൊന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മളുടെ യഥാർത്ഥ ജീവിതം മരണാനന്തരമാണ്. ഇവിടെ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുക. മരണാനന്തര ജീവിതത്തിൽ നമുക്ക് അപ്പനും അമ്മയും നമ്മളെ കാണില്ല, നമ്മൾ സഹായിക്കാൻ. നമ്മൾ ചെയ്ത കർമ്മങ്ങളാണ് നമ്മളെ രക്ഷിക്കാനുള്ളൂ, നമ്മുടെ കർമ്മങ്ങൾ. അപ്പോൾ
ഇനിയും നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.